കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പൂർത്തിയായ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. യു പ്രതിഭ MLA അധ്യക്ഷയായി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആശുപത്രികൾ എന്നാൽ ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാകണമെന്ന് ആരോഗ്യമന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ഗുണനിലവാരമുള്ള ചികിത്സ നൽകാൻ കഴിയണം. താലൂക്ക് ആശുപത്രിയിൽ ആ നിലവാരത്തിലുള്ള ചികിത്സ തന്നെ ലഭ്യമാക്കണം. ഏറ്റവും അധികം തുക കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് ചെലവഴിച്ച കാലയളവ് 2016 മുതൽ ഇങ്ങോട്ടുള്ള കാലമാണെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികൾ ആശ്വാസത്തിന്റെ ഇടങ്ങളാകണം. അതാണ് ആർദ്രം എന്ന പേരിന്റെ അർത്ഥം തന്നെ അതുകൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരമാവധി നിസ്സഹായരായ രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രം ബാധിക്കുന്നതല്ല, മനസ്സിന് പ്രയാസം ഉണ്ടാകും. അതുപോലെ നമ്മുടെ സാമ്പത്തികമായി നമുക്ക് ചിലപ്പോൾ ആശങ്കയുണ്ടാകും, സാമൂഹികമായിട്ട് പ്രശ്നം ഉണ്ടാകും. രോഗം ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ സാമൂഹികമായും സാമ്പത്തികമൊക്കെ ബാധിക്കുന്നതാണ്. അപ്പം അവർ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിയണം. ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഇവിടെ ചികിത്സയില്ല കേട്ടോ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാൻ പാടില്ല. അവിടെ ചികിത്സാ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സമീപത്തുള്ള ആശുപത്രിയിൽ എവിടെ നിന്നാണ് റെഫർ ചെയ്യുന്നതെന്ന് നോക്കാൻ അവിടുത്തെ ഇപ്പോൾ കാഷ്വാലിറ്റി അല്ല, എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ കേസ് ഷീറ്റുകൾ എടുത്ത് നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു കേസ് ഷീറ്റ് ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു അതിശയോക്തിയില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എന്നിട്ട് ഞാൻ ആ ആശുപത്രി സൂപ്രണ്ടിനെയും ആ ഡോക്ടറെയും വിളിച്ചു വരുത്തി ഇക്കാര്യം ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? ഒരാൾക്ക് തലവേദന ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നത് റെഫർ ടു MCH എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുക. തലവേദനയാണ്, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംവിധാനങ്ങൾ അതിൻ്റെ പരമാവധി പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് സർക്കാർ ഇത്രയും കോടിക്കണക്കിന് രൂപ കിഫ്ബിയിലൂടെ ഇത്രയും കോടി രൂപ. എനിക്ക് ഉറപ്പുണ്ട് കായംകുളത്തിൻ്റെ നമ്മുടെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാലും ഏറ്റവും അധികം തുക കായംകുളം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് പരിശോധിച്ച് നോക്കാം. ലക്ഷ്യ മാർഗനിർദ്ദേശ പദ്ധതി പ്രകാരം NHM വഴി 3 കോടി 19 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച MCH ബ്ലോക്കിലെ ആധുനിക രീതിയിലുള്ള പ്രസവ വാർഡ്, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, 5 കിടക്കകളോടുകൂടിയ IC യൂണിറ്റ്, ലിഫ്റ്റ്, ECRP2 പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 5 കിടക്കകളോടുകൂടിയ IC യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടന്നത്. കായംകുളം നഗരസഭ കോടികൾ ചിലവഴിച്ച് നിരവധി വികസന പദ്ധതികൾ താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള 57 ലക്ഷം രൂപയുടെ ഹൈ ടെൻഷൻ ട്രാൻസ്ഫോമർ, 60 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച ക്യാൻസർ നിർണയ ടെസ്റ്റ്, തൈറോയിഡ്, അലർജി, 3 മാസം മുമ്പുള്ള ഷുഗർ നോക്കുന്നതിനുള്ള ടെസ്റ്റ് ഉൾപ്പെടെ 20ഓളം ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങൾ, 25 ലക്ഷം രൂപ ചിലവഴിച്ച് അസ്ഥിരോഗ വിഭാഗത്തിനായി വാങ്ങിയ CAM മിഷൻ, 1 കോടി 30 ലക്ഷം രൂപ ചിലവഴിച്ച് നഗരസഭയും ഡോക്ടേഴ്സ് ഫോർ യു എന്ന സംഘടനയും ചേർന്ന് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് തുടങ്ങി നിരവധി പൂർത്തീകരിച്ച പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷയായി. കായംകുളത്തിന്റെ ആരാധ്യയായിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു നഗരസഭ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ് എന്നുള്ളത്. കായംകുളം നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അംഗങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ഒരു ബോഡിയെ തീർച്ചയായിട്ടും നമ്മൾക്ക് അഭിനന്ദിക്കാം. അവർ ഒരുപാട് ഫണ്ടാണ് നഗരസഭ നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ആൾക്കാർ ഓടി വരുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് ദേശീയപാതയുടെ സമീപം ഉള്ളത് കൊണ്ട് തന്നെ വീണ ജോർജ് മിനിസ്റ്ററുടെ ഏറ്റവും പ്രത്യേക അറ്റൻഷൻ നമ്മുടെ ആശുപത്രിക്കുണ്ട്. കാരണം ദേശീയപാതയോട് ചേർന്ന് മെഡിക്കൽ കോളേജ് പോലും ഇത്രയും അടുത്തല്ല. അതുകൊണ്ട് തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ ബിൽഡിംഗ് തീരുന്ന സമയത്ത് നമ്മുടെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. 1000-ലധികം OP വരുന്ന ആശുപത്രിയാണ്. പക്ഷെ പലപ്പോഴും ഇത് ജില്ലാ ആശുപത്രിയായിട്ട് മാറ്റുന്ന കാര്യം പറയുമ്പോൾ മിനിസ്റ്റർ ഞാൻ പറയും വേണ്ട, കാരണം നഗരസഭയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ജില്ലാ ആശുപത്രിയല്ലേ മിനിസ്റ്റർ? ജില്ലാ ആശുപത്രി ആവുന്നതിൽ നല്ല താലൂക്ക് ആശുപത്രിയായിട്ട് നിൽക്കുന്നതല്ലേ ഇപ്പം? കാരണം ജില്ലാ ആശുപത്രിയായി നമ്മുടെ കയ്യിലില്ല. പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ കൺട്രോളിലാണ്. അതൊരു തെറ്റാണെന്നല്ല, പക്ഷേ നമ്മുടെ നഗരസഭയുടെ നിയന്ത്രണത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, ഫണ്ട് ചെലവഴിക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെതായ ഗുണത്തിൽ തന്നെ പോവാനും പറ്റും. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല സ്വാഗതം പറഞ്ഞു.
കായംകുളം താലൂക്ക് ആശുപത്രി എന്ന വലിയൊരു വികസന കുതിപ്പിലാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ താലൂക്ക് ആശുപത്രികളിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ആശുപത്രിയാണ് നമ്മുടേത്. കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്നിവിടെ സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടേതുമായി പൂർത്തീകരിക്കപ്പെട്ട വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയാണ്. 3,19,00,000 രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ചിരിക്കുന്ന MCH ബ്ലോക്കിലെ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, പ്രസവ വാർഡ്, IC യൂണിറ്റ്, ലിഫ്റ്റ് തുടങ്ങിയവയുടെ പ്രവർത്തന ഉദ്ഘാടനം നടക്കുകയാണ്. നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും മേൽപ്പറഞ്ഞ സംവിധാനം ഇപ്പോഴാണ് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കായംകുളം നഗരസഭ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് ആശുപത്രികൾ നടപ്പിലാക്കി വരുന്നത്. ഒരുപക്ഷെ നഗരസഭാ ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ തുക വിനിയോഗിച്ചതും കായംകുളം താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയാണ്. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ റീന KJ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായ J. ആദർശ്, അഡ്വക്കേറ്റ് ഫസാന ഹബീബ്, മായാദേവി, S. കേശുനാഥ്, PS. സുൽഫിക്കർ, ഷാമില അനിമോൻ, P. ഹരിലാൽ, CS. ഭാഷ, ലേഖ മുരളീധരൻ, K. പുഷ്പദാസ്, ഷെയ്ഖ് പി ഹാരിസ്, അഡ്വക്കേറ്റ് N. ശിവദാസൻ, B. അബിൻ ഷാ, അഡ്വക്കേറ്റ് A. സുനിൽ, കൃഷ്ണകുമാർ രാംദാസ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി, K. മോഹനൻ, N. സത്യൻ, സലിം മുരുക്കുമോട് എന്നിവരും ജില്ലാ മെഡിക്കൽ ഓഫീസർ ജമുന വർഗീസ്, NHM പ്രോഗ്രാം മാനേജർ കോശി പണിക്കർ, ഡോക്ടേഴ്സ് ഫോർ യു സംഘടനാ പ്രതിനിധി R. അബ്ദുൾ ആസാദ്, കായംകുളം നഗരസഭാ സെക്രട്ടറി സനിൽ S. തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി S. കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.